ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഒരു ചാറ്റ് മസാല ഉണ്ടാക്കിയാലോ? ബാ, അതിന് എന്തൊക്കെ സാധനങ്ങളെന്ന് നോക്കാം. ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബൗള് തക്കാളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. ഞാൻ ഒരു വലിയ വൈറ്റ് ഒനിയൻ ഇതുപോലെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. വെള്ള ഉള്ളിയാണ്. കുറച്ച് കടല വെള്ളത്തിയിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ക്യാൻ എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3 ഉരുളൻകിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടിയുള്ള. പിന്നെ വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ മസാലയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നേരെ വലിച്ചു നീട്ടണ്ട. ഉരുളൻകിഴങ്ങ് നിങ്ങൾ കണ്ടല്ലോ. ഉരുളൻകിഴങ്ങ് ഇതുപോലെ 3 ഉരുളൻകിഴങ്ങ് വെള്ളത്തിയിട്ട് പുഴുങ്ങിയിട്ട് എടുക്കണം കേട്ടോ. ഇതുപോലെ 3 ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കണം. ഓവർ പൊടിക്കരുത് കേട്ടോ. ഓവർ പൊടിക്കണ്ട. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഞെവിടുമ്പം തന്നെ ഇത് പൊടിഞ്ഞ് വന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം അതിലോട്ട് ആവശ്യത്തിനുള്ള കടല അവിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കടല പുഴുങ്ങിയതാണ്. നല്ലതായിട്ട് കടല പുഴുങ്ങിയത് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തക്കാളിയാണ്. തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടല്ലോ, തക്കാളി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതാ നോക്കിക്കേ, ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ ഇതിൽ തന്നെ ഒന്നിച്ച് മിക്സാക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് ഇത്രയും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഞാൻ മിക്സാക്കാൻ പോവുകയാണ്. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ചെറിയ ബോളായിപ്പോയി കേട്ടോ. ഞാനൊരു വലിയ ബോൾ എടുത്തോണ്ടിട്ടെ. അപ്പം നമുക്ക് നല്ലതുപോലെ അതിലിട്ട് ഇളക്കാം. മക്കളെ, ഈ ബോൾ ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു വലിയ ബോൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഇട്ട് ഇളക്കാൻ പറ്റൂല. അപ്പം അതിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം, നല്ല കട്ടിക്ക് പുളിവെള്ളം പൊഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. കണ്ട, ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് കുറച്ച് നാരങ്ങ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1.5 മുറി നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല പുളി ഉണ്ടെങ്കിൽ ഇത് കൊള്ളാവും. അപ്പം ഇനി ഒരല്പം ജീരകം പൗഡർ ഞാൻ അതിലോട്ട് ചേർത്ത്, കുറച്ച് മതി. ഞാൻ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. ജീരക പൗഡർ കടല ആയതുകൊണ്ടേ, അപ്പോൾ ഒരല്പം ജീരക പൗഡർ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഞാൻ അടുത്തത് ചാറ്റ് മസാല. കണ്ടോ, ചാറ്റ് മസാല. അതാണ് ഞാൻ പേരാക്കിയത് ചാറ്റ് മസാലയെന്ന് കേട്ടോ. ചാറ്റ് മസാല ആയതുകൊണ്ടാണ് ഞാൻ ചാറ്റ് മസാലയെന്ന് പേരാക്കിയത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പുളിവെള്ളമാണ്. പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഞാൻ പോയി പുഴിഞ്ഞുകൊണ്ട് വരട്ടെ. പുളിവെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുണ്ട്. പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നു. അപ്പം കട്ടിക്ക് ഓവർ വെള്ളമൊന്നും ഇല്ലാതെ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പുഴിഞ്ഞെടുക്കാം. കണ്ടോ, പുളി ഞാൻ പുഴിഞ്ഞെടുത്ത് തക്കാളി എടുത്ത അരിപ്പിലോട്ട് നമുക്ക് കുറച്ച് പുളി അതിലോട്ടൊന്ന് വീട്ടി കൊടുക്കാം കേട്ടോ. കുറച്ച് പുളി ഞാൻ ഇതിലോട്ടൊന്ന് പുഴിഞ്ഞ് വീട്ടി കൊടുക്കുകയാണ്. അരിപ്പിലാണ് അരിച്ച് വീത്തുന്നത്. തോനെ വേണ്ട. നമ്മൾ നാരങ്ങ ജ്യൂസും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്താൽ മതി. പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്നത് മിക്സ് ആക്കാം. കുറവുണ്ടെങ്കിൽ പുളി നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് ഞാനൊന്ന് മിക്സ് ആക്കിയതിന് കണ്ടല്ലോ, നമ്മളെ കൈ കൊണ്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കണ്ടോ, ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടയ്ക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. തക്കാളി പോരാക്കുറവുണ്ടെങ്കിൽ തക്കാളിയും കൂടെ ഒന്ന് നിങ്ങൾ ഉടച്ചു കൊടുത്താൽ മതി. നമുക്ക് തക്കാളി പോരാക്കുറവ് ഉടച്ചല്ല, ഉരുളൻകിഴങ്ങിൻ്റെ കാര്യമാണ് എൻ്റെ വായിലിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി കേട്ടോ. ഇത് തക്കാളിയും ഇതെല്ലാം കൂടെ നമുക്ക് ഉടച്ചൊന്ന് മിക്സാക്കി നമുക്കെടുക്കാം. കേട്ടോ, നല്ലൊരു ചാറ്റ് മസാലയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. വലിയ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ച്, തക്കാളി വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിന്, നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ, പുളി ഉണ്ടായിരുന്നു വിസ്മയ. ഉപ്പുണ്ട് നോക്കളെ, ഉപ്പുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഒന്നും കൂടെ അങ്ങ് ഉടച്ചോളണം കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ തക്കാളി ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ.
കുറച്ച് മല്ലിയിലയും കൂടെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി ഇരിക്കുന്നു. അപ്പം ഞാൻ തക്കാളിയും മല്ലിയിലയും എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, സലാഡ് ഇവിടെ റെഡിയായി, ചാറ്റ് മസാല. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നല്ല പുളിയും എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇത് നമുക്ക് ഞാൻ ഒന്നും കൂടെ ഉപ്പ് നോക്കട്ടെ. വിസ്മി, മതി മക്കളെ, ഉപ്പൊക്കെ മതി കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു പ്ലേറ്റിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. അപ്പം മക്കളെ, നമുക്ക് ഇതൊന്ന് സർവ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ്, ഒരു പാർസൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് പുറത്താണ് ഫുഡ്, അതുകൊണ്ടാണ് ഇതെടുത്തത് കേട്ടാ. അപ്പം ഇതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ചാറ്റ് മസാല ഇതാ നോക്കിയേ, സലാഡ് കണക്ക് നമുക്ക് കോരി തിന്നാൻ പറ്റും. കണ്ടു നോക്കിക്കേ, തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇനി കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്ന്. ഇത് കണ്ടല്ലോ ചാറ്റ് മസാല. ഇതാ നോക്കളെ ചാറ്റ് മസാല. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, അടിപൊളിയാണ്. നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇതിനകത്തോട്ട് ഒന്ന് നമുക്ക് തൂക്കി കൊടുക്കാം. അപ്പം ഒരു ഡിസൈനായിട്ട് നമുക്ക് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് ഒരു മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.